Hi dear friends, welcome back to C Handworks. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫ്ലൈ സ്റ്റിച്ച് ആണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഈ ഡിസൈനിലുള്ള സ്റ്റെം പോർഷനും അതുപോലെ നെക്ക് പോർഷനും കേബിൾ സ്റ്റിച്ച് ഉപയോഗിച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാൻ താല്പര്യമുള്ളവർക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ഈ വീഡിയോയിൽ നമ്മൾ ഈ ഡിസൈനിലുള്ള ലീഫ് പോർഷൻ ഫ്ലൈ സ്റ്റിച്ച് ഉപയോഗിച്ചിട്ട് എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഒരുവിധം ലീവ്സൊക്കെ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് ലീവ്സും കൂടി ഉള്ളൂ. ഇതും പിന്നെ ഈ ലീഫും കൂടി ഉള്ളൂ ചെയ്യാനായിട്ട്. ഫ്ലൈ സ്റ്റിച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഹാൻഡ് എംബ്രോയിഡറിയിൽ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു സ്റ്റിച്ചാണ് ഫ്ലൈ സ്റ്റിച്ച്. കാരണം ഈ സ്റ്റിച്ച് ഉപയോഗിച്ചിട്ട് നമുക്ക് നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ചെയ്തെടുക്കാൻ പറ്റും. പ്രത്യേകിച്ച് ലീവ്സാണ് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ലീവ്സിൽ നമുക്ക് നല്ല പെർഫെക്ഷനോട് കൂടി ചെയ്യാൻ പറ്റിയ ഒരു സ്റ്റിച്ചാണ് ഫ്ലൈ സ്റ്റിച്ച്. അതുപോലെ ഫ്ലവേഴ്സ് ആണെങ്കിൽ ഫ്ലവറിൻ്റെ പെറ്റൽ പോർഷനും നമുക്ക് ഫ്ലൈ സ്റ്റിച്ച് ഉപയോഗിച്ചിട്ട് ചെയ്തെടുക്കാം. ഇത് കാണുമ്പോൾ തന്നെ അറിയാം നല്ല പെർഫെക്ഷനിൽ കിട്ടുന്ന ഒരു സ്റ്റിച്ചാണ്. ഇത് സാധാരണ ലീവ്സ് ചെയ്യാനാണ് കൂടുതലായിട്ട് ഉപയോഗിക്കാറ്. പിന്നെ നമ്മളുടെ ഐഡിയ പ്രകാരം നമുക്ക് ഇഷ്ടമുള്ള പോലെ ഫ്ലൈ സ്റ്റിച്ച് ഏത് ഡിസൈനിൽ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഫ്ലൈ സ്റ്റിച്ച് ഉപയോഗിച്ചിട്ട് ലീഫ് ചെയ്യാമെന്ന്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ആങ്കറിൻ്റെ പേൾ കോട്ടൺ ഫാസ്റ്റ് കളർ ത്രെഡാണ്. ഇത് ഞാൻ ആവശ്യത്തിന് ലെങ്ത്തിന് 4 ലെയർ മുറിച്ചെടുത്തിട്ട് സൂചിമ കോർത്തിട്ടുണ്ട്. എന്നിട്ട് ഒരുമിച്ച് നോട്ടിട്ട് വെച്ചിട്ടുണ്ട്. ഒരറ്റം ഇതുപോലെ നോട്ടിട്ട് വെച്ചിട്ടുണ്ട്, ഒരറ്റം ലൂസാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ലീഫ് ചെയ്യാം. അപ്പോൾ ഈ ഫ്ലൈ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്, ഈ ലീഫ് നമ്മൾ ഔട്ട്ലൈൻ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന് നടുവിലത്തെ മിഡിൽ ലൈനും കൂടെ മാർക്ക് ചെയ്തിട്ടുണ്ടാവണം. എന്നാലത് പെർഫെക്ഷനിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഇതുപോലെ ഒരു ലൈനായിട്ട് ഇങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ നടുക്കലത്തെ മിഡിൽ ലൈനും കൂടെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ നമുക്ക് ആദ്യം ഈ പോയിൻറ്റിൽ, ഈ ലീഫിൻ്റെ എൻഡ് പോയിൻറ്റിൽ താഴ്ത്തുനിന്ന് സൂചി മേളിലേക്ക് കൊണ്ടുവരാം. എന്നിട്ട് കുറച്ച് നീക്കിയിട്ട് ആ മിഡിൽ ലൈനിലായിട്ട് സൂചി താഴ്ത്തിക്ക് കൊണ്ടുപോവുക. ഇപ്പം നമ്മൾ ചെയ്തത് വെറുതെ ഒരു സ്ട്രെയിറ്റ് സ്റ്റിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഇനി ചെയ്യാൻ പോകുന്നതാണ് ഫ്ലൈ സ്റ്റിച്ച്. ഫ്ലൈ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ആദ്യം നമുക്ക് ഒരു സൈഡിൽ നിന്ന് സൂചി താഴ്ത്തുനിന്ന് മേലേക്ക് കൊണ്ടുവരാം. അപ്പോൾ ഇവിടെ ചെയ്യുമ്പോൾ ഒരു ഇച്ചിരി താഴത്തേക്ക് നീങ്ങിയിട്ട് ഇവിടെയായിട്ട് ഈ ഔട്ടർ ലൈനുമായിട്ട്, ലീഫിൻ്റെ ഔട്ടർ ലൈനുമായിട്ട് സൂചി താഴ്ത്തുന്ന മേലേക്ക് കൊണ്ടുവരും. അപ്പോൾ ഇവിടെ ഇതൊക്കെ ഇവിടെ നോക്കുകയാണെങ്കിൽ അറിയാം കുറച്ച് നീക്കിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയൊക്കെ ചെയ്തിരിക്കുന്നത് കുറച്ച് നീക്കിയിട്ടാണ്. ഈ ലീഫിൻ്റെ റിയലിസ്റ്റിക് വ്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഔട്ടർ ലൈനിൽ തന്നെയായിട്ട് കുറച്ച് ഇറക്കിയതിന് ശേഷം ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ട് സൂചി താഴ്ത്തുന്ന മേലേക്ക് കൊണ്ടുവരാം. ഇനി ഈ സ്റ്റിച്ചിന് തൊട്ടപ്പുറയായിട്ട് നമ്മൾ എവിടെയാണോ ഈ സൂചി താഴ്ത്തുന്ന മേലേക്ക് കൊണ്ടുവരുന്നത് അതിനോടൊപ്പം നിൽക്കുന്ന രീതിയിൽ ഇപ്പുറത്തെ സൈഡിൽ സൂചി താഴ്ത്തിക്ക് കൊണ്ടുപോവുക. അത് ലീഫിൻ്റെ ഔട്ട് ലൈനുമായിട്ട് കൊണ്ടുപോവുക. എടുക്കുമ്പോൾ ഫുള്ള് കൊണ്ടുപോകരുത്, ഒരു ലൂപ്പ് പോലെ ഇങ്ങനെ നിർത്തണം. എന്നിട്ട് ഈ ഭാഗത്തായിട്ട് ഈ സ്റ്റിച്ച് എവിടെയാണ് അവസാനിച്ചത് അതിൻ്റെ തൊട്ടടുത്തായിട്ട് സൂചി താഴ്ത്തുന്ന മേലേക്ക് കൊണ്ടുവരാം. ഇതുപോലെ ഔട്ട് ലൈനുമായിട്ട് കൊണ്ടുവരണം. ഔട്ട് ലൈനിൽ നിന്ന് പറഞ്ഞാൽ മിഡിൽ ലൈനുമായിട്ട് കൊണ്ടുവരണം. ഇപ്പോഴും നമ്മുടെ ആദ്യത്തെ ഫ്ലൈ സ്റ്റിച്ച് കംപ്ലീറ്റ് ആയിട്ടില്ല. ഇനി ഇതേ മിഡിൽ ലൈനിൽ തന്നെ ഇവിടെയായിട്ട് ഈ സ്റ്റിച്ചിനെ ഒന്ന് സെക്യൂർ ചെയ്ത് നിർത്തണം. അപ്പോൾ മിഡിൽ ലൈനുമായിട്ട് സൂചി താഴ്ത്തി കൊണ്ടുപോകുക. ഇപ്പോൾ ആദ്യത്തെ ഫ്ലൈ സ്റ്റിച്ച് കംപ്ലീറ്റ് ആയി.
ഇത്രയുള്ള ഫ്ലൈ സ്റ്റിച്ച്. ഇത് തന്നെ നമ്മൾ കണ്ടിന്യൂസ്ലി ചെയ്ത് പോകുമ്പോഴാണ് ഈ ലീഫ് ഫില്ലായി വരുന്നത്. ഇത് തന്നെ നമ്മൾ ചെയ്ത് പോവുകയാണ്. അപ്പോൾ ശ്രദ്ധിക്കാനുള്ളത് ഈ ഔട്ട്ലൈൻ കീപ്പ് ചെയ്ത് പോവുക, അതുപോലെ മിഡിൽ ലൈനിലും കറക്റ്റായിട്ട് അത് ഫോളോ ചെയ്ത് പോവാം. അത്രയേ ഉള്ളൂ ശ്രദ്ധിക്കാനുള്ളത്. അപ്പോൾ വീണ്ടും നെക്സ്റ്റ് സ്റ്റിച്ച് ഇവിടെയായിട്ട് ഒരു ചെറിയൊരു ഗ്യാപ്പ് വിട്ടിട്ട് തൊട്ടടുത്തായിട്ട് തന്നെ ഔട്ട്ലൈനുമായിട്ട് സൂചി താഴ്ത്തുനിന്ന് മേളിക്കൊണ്ടിടും. ഇങ്ങനെ ചെയ്ത് പോയാൽ മതി. എന്നിട്ട് ഇതിനോടൊപ്പം വരുന്ന രീതിയിൽ അപ്പുറത്തെ സൈഡിൽ ഔട്ട്ലൈനുമായിട്ട് സൂചി താഴ്ത്തി കൊണ്ടുപോകാം. ഫുള്ള് സൂചി വലിക്കാതെ ഒരു ലൂപ്പ് അവിടെ നിർത്താം. എന്നിട്ട് മിഡിൽ ലൈനുമായിട്ട് സൂചി താഴ്ത്തുനിന്ന് മേലേക്ക് കൊണ്ടുവരാം. ഇനി ഇത് സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് മിഡിൽ ലൈനുമായിട്ട് സൂചി താഴ്ത്തിക്കൊണ്ട് പോകാം. അങ്ങനെ രണ്ടാമത്തെ സ്റ്റിച്ചായി. ഇതുപോലെ കണ്ടിന്യൂ ചെയ്ത് പോവാം.
അങ്ങനെ നമ്മൾ ഈ ലീഫ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ പുറകിലൊരു നോട്ടിട്ട് സെക്യൂർ ചെയ്ത് വയ്ക്കാം. ഇതുപോലെ തന്നെ ഈ ലീഫും മറ്റുള്ള ലീവ്സും കംപ്ലീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫ്ലൈ സ്റ്റിച്ച്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ ഒന്ന് കമൻറ്റ് ചെയ്യാം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ബട്ടന് തൊട്ടടുത്ത് ഒരു നോട്ടിഫിക്കേഷൻ ബെല്ലുണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യാം. എന്നാൽ മാത്രമേ ഇനി ഞാൻ വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.